പണ്ടൊരാളടുത്ത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അയാൾ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ലൊക്കേഷൻ 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 എന്നുള്ളത്. അതൊരു റൂളായിരുന്നു പണ്ട്. ലൊക്കേഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതായിരുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ലൊക്കേഷൻ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ചോദിച്ചാൽ 1-2 ബിസിനസ്സുകൾക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. ഫോർ എക്സാമ്പിൾ വല്ല റെസ്റ്റോറൻറ്റ്, ടേക്ക് അവേ, കഫേ ഒക്കെ ആണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പോഴും നമുക്ക് ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ചെയ്യാൻ വിചാരിക്കുന്നത് ആലോചിച്ച് നോക്കി, പണ്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം, അതിനകത്ത് നല്ലൊരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കണം, ആ പ്രോപ്പർട്ടി റീഫർബിഷ് ചെയ്യാൻ വേണ്ടി മണി ഇൻവെസ്റ്റ് ചെയ്യണം, അതിനകത്തോട്ട് ഫുള്ള് സ്റ്റോക്ക് കൊണ്ടുവരണം, അതിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടെങ്കിൽ പേ ചെയ്യണം, ഗ്യാസ് ബില്ല് ഉണ്ടെങ്കിൽ പേ ചെയ്യണം, വാട്ടർ ബില്ല് ഉണ്ടെങ്കിൽ പേ ചെയ്യണം, മന്ത്ലി റെന്റ് പേ ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കോസ്റ്റ് മുന്നിൽ കിടന്നിരുന്നു. പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഒരു 90% എക്സ്പെൻസ് അങ്ങ് പോയി കിട്ടി. നമുക്ക് എന്തെങ്കിലും പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഒരു റൂം നമ്മുടെ മൊബൈലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യർ സോഷ്യൽ മീഡിയ ത്രൂ ബിസിനസ് ചെയ്യും, സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇൻഫർമേഷൻസിന് കുറവൊന്നുമല്ല, ടൂ മച്ച് ഇൻഫർമേഷൻസ് ആണ് അവരുടെ തലയിലുള്ളത് എന്നുള്ളത്. ഈ സോഷ്യൽ മീഡിയ തോണ്ടി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ തലയിൽ കയറ്റി നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ എടുത്ത് തലയെ കയറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധമില്ലാത്തൊരവസ്ഥയിൽ ഇപ്പോഴും ഒരു കൂട്ടർ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ഒഴിവാക്കൊന്നും വേണ്ട, അത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം ഏതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ തലയിലോട്ട് കയറ്റുന്നത്, എനിക്ക് എന്ത് ടൈപ്പ് ഓഫ് ആളുകളെ ഞാൻ ഫോളോ ചെയ്യേണ്ടത്, എന്ത് ഇൻഫർമേഷൻസ് ആണ് എൻ്റെ തലയിലോട്ട് ഞാൻ കയറ്റി വെക്കേണ്ടത്. അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ ഗ്രോത്ത് നിങ്ങൾ എടുക്കാനുള്ള തീരുമാനം നിങ്ങൾ ഇപ്പോഴും കാട്ടിയിട്ടില്ല, നിങ്ങൾ ഇത് തോണ്ടി എല്ലാം കൂടെ തലയിൽ കയറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കാൻ പോണില്ല എന്നുള്ളതാണ് കേട്ടോ.